ഗൈസ് വെൽക്കം ടു ഡേ 6 ഓഫ് മൈ ഡെയിലി വ്ളോഗിങ് സീരീസ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റായിരുന്നു, പിന്നെ ഇന്നലെ വന്ന് ക്ഷീണത്തിൽ എഴുന്നില്ല. അപ്പോൾ ഇന്നലെ കുർബാനയ്ക്ക് പോകണം, പിന്നെ നമ്മുടെ യൂണിറ്റിൽ കുടുംബ സമ്മേളനം ഉണ്ട്, അപ്പോൾ അതിന് പോകണം. പിന്നെ ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണ ചടങ്ങ് അതൊക്കെ തീർന്നിപ്പോൾ വന്നുള്ളൂ. ഇനി കുടുംബ സമ്മേളനത്തിന് വേണ്ടി നേരെ പള്ളിയിൽ പോകണം 5:30-ക്കാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ്. ഒരു ഹായ് പറയടാ വ്ളോഗിൽ. ഇൻട്രോവേർട്ടാണ് പാവ. ഇനി എന്തായാലും കുടുംബ സമ്മേളനത്തിന് പോകാം. ഞാൻ അവിടെ കുറച്ച് നമ്മുടെ നാട്ടുകാരൊക്കെ കാണിച്ചു തരാം. വീഡിയോയിലൊന്നും വരുമോയെന്ന് അറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ വീടും പരിസരവും. ഞാൻ വീട് കാണിച്ചത് നമ്മുടെ ഷോപ്പാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട് വരണേ. നമ്മളെ അടുത്തൊരു വീട്ടിലാണ് നമ്മൾ പോണേ. എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം. കുടുംബസമ്മേളനം കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. കുടുംബസമ്മേളനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ യൂണിറ്റ് അംഗങ്ങൾ മാസത്തിലൊരിക്കൽ കൂടും. പിന്നെ യൂണിറ്റിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഈ വട്ടം ഭയങ്കര രസമാണ്. ഈ പെരുന്നാളിന് മുമ്പോളാണെങ്കിൽ അടിപൊളിയാണ്. പന്തലിൻ്റെ കാര്യങ്ങളും ബാൻഡ് സെറ്റിൻ്റെ കാര്യങ്ങളും കുറേ തീരുമാനം. പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ബോക്സ് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോഴാണ് ബോക്സ്. പണ്ട് ചായയും പഴംപൊരിയും അത് ഭയങ്കര ഓർമ്മയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ കേക്കും ഇതൊക്കെ കൊടുക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് വാങ്ങാൻ വേണ്ടി മാത്രം പോവും, അമ്മയുടെ പോകും. ഇപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് പിന്നെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ പോവാറ്. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ ഓർമ്മയാണ്. നിങ്ങളൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുടുംബസമ്മേളനത്തിനൊക്കെ പോവുക അത് നല്ലൊരു വികാരമാണ്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പം ഇനി പെരുന്നാളാണല്ലോ, ഇനി അതിൻ്റെ ഒരുക്കങ്ങളാണ്. നമ്മുടെ അവിടെ ഒന്നും കാല് കുത്തിയിട്ടില്ല, കണ്ടോ അപ്പുറത്തെ യൂണിറ്റിലൊക്കെ കാല് കുത്തി. ഇനി എന്തായാലും പള്ളിയിൽ പോകണം. നേരെ ഞാൻ പള്ളിയിൽ പോവാണ്. വേണ്ട പെരുന്നാളിൽ പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് പെരുന്നാൾ കാഴ്ചകളും കുറച്ച് വെടിക്കെട്ടൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. പള്ളിയിലെത്തിയിട്ട് നമ്മുടെ അച്ചുണ്ട്, കാറ് നമ്മൾ ഇട്ടു. ഇതാണ് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞില്ലേ, കൊടികയറ്റം തീർന്നായിരുന്നു. പക്ഷേ അന്ന് വന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഒരുവിധം ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ഇവിടെ റോഡ് സൈഡിൽ കാലൊക്കെ കുത്തി തുടങ്ങി. പിന്നെ ഇവിടെ ഗംഭീരാന്ന് തോന്നുന്നു, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. എല്ലാവരും വീഡിയോ കാണാനും എന്തായാലും പെരുന്നാൾ വരാം. പിന്നെ അവിടെ പന്തൽ, അവിടെ ഒരു പന്തലുണ്ട് നമുക്ക്. അപ്പോൾ 8ഓളം പന്തലുണ്ട്. ഒരു പന്തൽ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊരു പന്തലുണ്ട്. നമുക്ക് 8ഓളം പന്തലുണ്ട്. പന്തലൊക്കെ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ എന്തെങ്കിലും കുർബാനയുണ്ട് കാണാം. അപ്പോൾ കുർബാന കഴിഞ്ഞു. കുർബാനയുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ വീഡിയോയിൽ അച്ചുണ്ടായവനാണ്. കുർബാന നമ്മൾ ചേട്ടനെ പിക്കണം. എൻ്റെ മൂത്ത ചേട്ടനെ സെബിൻ നല്ല പിക്ക് ചെയ്ത് കൊടകര പെരുന്നാൾ വേണം. എൻ്റെ ചേച്ചി എൻ്റെ വേറെ വലിയ ബസ്സിൻ്റെ ഒപ്പം പോയി. പിന്നെ തുമ്മൽ പിടിച്ചുന്നേ, അതുകൊണ്ട് ഇപ്പോൾ സീനായി. ഇപ്പോൾ തുമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങേക്ക് കൊടകര പെരുന്നാൾ വേണം, ചേട്ടനെ പിക്ക് ചെയ്യണം. ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിലെ കട്ടായത് എന്താ വെച്ചാൽ തുമ്മി. ഇപ്പം തുമ്മിങ്ങി അറിയില്ല, എന്തെങ്കിലും കട്ടയുള്ള തുമ്പാന്ന് വിചാരിച്ചു. എഡിറ്റിലേക്ക് പിടിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ അവനെ കാണിച്ചു തരാം. പയ്യൻ അവിടെ മൂലിക്ക് ഇരുന്നാണ് എടുക്കണേ. പിന്നെ എന്താ, പിന്നെ ഇവിടെ ഒരുവിധം പള്ളിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. യൂണിറ്റിൽ കാലൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പന്തലൊക്കെ ഇട്ട് തുടങ്ങി. ചില യൂണിറ്റിലൊക്കെ മാലകളൊക്കെ ഇട്ടു. ചില യൂണിറ്റിൽ കാലൊക്കെ കുത്തിപ്പോയി. പിന്നെ ഇവിടെ നിന്ന് പള്ളിയുടെ അപ്പുറത്തേക്ക് ഒരു 3 പന്തലുണ്ട്. അവിടെ കപ്പേളയുണ്ട്, അവിടെ ഒരു പന്തലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. എന്തായാലും ലൈറ്റ് ഇട്ടിട്ടും കാണിച്ചു തരാം. അത് സെപ്പറേറ്റ് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും. ഇപ്പോൾ പോകുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബേക്ക് പോയിൻ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ബേക്ക് പോയിൻ്റ്. കാണാൻ പറ്റണോന്ന് അറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഷവർമ്മയും പിന്നെ എപ്പോഴും ഷവായൊക്കെ കോടായിൽ വന്നത് ഇവിടെയാണ് ആദ്യം. അല്ല, എനിക്ക് തോന്നുന്നത് അൽഫാമൊക്കെ വന്നത് ഇവിടെയാണ്. എന്തായാലും ചേട്ടനെ പിക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും പോണ വഴിയിൽ കാണാം, ചേട്ടനെ എടുത്തിട്ട് കാണാം. ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വെറുതെ അന്ന് കല്യാണത്തിൻ്റെ ഇതിൽ കാണിച്ചു തന്നേ ഉള്ളൂ. ചേട്ടൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ചേട്ടൻ വീഡിയോന് മുമ്പിൽ വരുമോയെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. പിന്നെ പറയാം, ഫസ്റ്റത്തെ പന്തൽ ഇതാണ്. നമുക്ക് കാണിച്ചാൽ പന്തൽ കാണിച്ചേ, കണ്ടുണ്ടാവോ എന്നറിയില്ല. ഇതൊരു പന്തലാണ്, ഇതൊരു യൂണിറ്റിൻ്റെ പന്തലാണ്. ഇനി അടുത്ത് തന്നെ ഒരു പന്തൽ വരും. ഇത് അത്യാവശ്യം വലിയൊരു പന്തലാണ്. ഇവിടെ അങ്ങനെ നമ്മുടെ എൻ്റെ കേട്ട അറിവിൽ തൃശ്ശൂർ പിന്നാലോടെ സ്ഥലത്തൊക്കെ 8 പന്തലുള്ള പെരുന്നാൾ നമ്മുടെയാണ്. അയ്യോ, ചേട്ടൻ്റെ അവിടേക്കുള്ള വഴി തെറ്റിപ്പോയി. ഇനി യൂട്ടേൺ എടുക്കണം. എന്തായാലും ചേട്ടനെ പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ചേട്ടനെ എടുത്തു. ഇനി പെരുന്നാൾ വേണം. ഇത് നമ്മുടെ ചേട്ടൻ കാണിച്ചു കൊടുത്തേ. ചേട്ടനും ചേട്ടൻ്റെ മോനും പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചീനെ കാണിച്ചു കൊടുത്തേ. ചേച്ചി ഹായ് പറഞ്ഞേ. ഓക്കെ. ഇനി എന്തായാലും നമ്മൾ പെരുന്നാൾ കണ്ട് പെരുന്നാളവിടെ പള്ളിയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടു. ഇപ്പോൾ 7 മണിക്ക് കയറുമെന്ന് തോന്നുന്നു പ്രദർശനം. എന്തായാലും പ്രദർശനം
നമ്മൾ വെടിക്കെട്ട് കാണാന്നുള്ള രീതിയിൽ വന്നേ. അടിപൊളി വെടിക്കെട്ട് ആവാറുണ്ടല്ലോ കൊല്ലം. നല്ലയിടത്ത് ലൈറ്റൊക്കെ ഇട്ടുണ്ട്. ഇത് ടൗണിലാണ് പള്ളി ഇരിക്കണേ. എന്തായാലും നമുക്ക് വെടിക്കെട്ട് പള്ളിയിലെത്തിയിട്ട് കാണാം. പിന്നെ സെറ്റ് ഉണ്ടാവും, നല്ല ബാൻഡ് സെറ്റാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പള്ളിയിലെത്തി. ഭയങ്കര ക്രൗഡാണ്. ഞാൻ ചിലപ്പോൾ ഇൻ്റർവ്യൂട്ട് ആവും. അവിടെയാണ് വെടിക്കെട്ട് നടത്തണേ. ഇത് നമ്മുടെ ചേച്ചി. ഹായ് പറഞ്ഞടി, ഹായ് പറഞ്ഞടി. ഇൻ്റർവ്യൂട്ട് സോഫിൻ ഹായ് പറ. ഇൻ്റർവ്യൂട്ടാ വല്യപ്പച്ച ഹായ് പറഞ്ഞേ. ഹായ്, ഇത് വല്യപ്പച്ചൻ. അപ്പോൾ പള്ളി ഇതാണ്, അവിടെയാണ് വെടിക്കെട്ടണേ. നമ്മുടെ കൊട്ട് തീർന്നു, അവസാനത്തെ പാട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും വെടിക്കെട്ട് ഇപ്പോൾ തുടങ്ങും. എന്തായാലും ഫുള്ള് വെടിക്കെട്ട് കാണിച്ചു തരാം. പോകണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെടിക്കെട്ട് കാണാം. ഒരുവിധം തിരക്കുണ്ട് കണ്ടോ, ഫുൾ തിരക്കാട്. എന്തായാലും നമുക്ക് വെടിക്കെട്ട് തുടങ്ങട്ടെ. വെടിക്കെട്ട് തുടങ്ങി, അവിടെ നിന്നാണ് തുടങ്ങണേ. ഫുൾ വെടിക്കെട്ട് കാണാം. താല്പര്യങ്ങൾക്ക് സ്കിപ്പ് അടിക്കണം. പിന്നെ നമ്മുടെ കോളിലുണ്ട്, ജിതിനുണ്ട് ഓസ്ട്രേലിയയിൽ. കണ്ട ജിതിനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം തീർന്നു. ഇത് റോഡിൽ ഡെക്കറേഷൻ ഉണ്ട്, ഐ മീൻ മെയിൻ റോഡ് പള്ളിയുടെ അവിടം തൊട്ട് പിന്നെ അവിടം വരെ പരിപാടി ആയിരുന്നു. ഇനി നാളെ എന്തായാലും വരാം. നാളെ ടൗൺ ആകുമ്പോൾ കിടലായിരിക്കും. 2 മണി 3 മണി വരെ പരിപാടികളുണ്ടാവും. അപ്പോൾ എന്തായാലും സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ഒരു ബൈ പറഞ്ഞേ. ബൈ.